ഇളമ്പോച്ച തിന്നതിനെ തുടർന്ന് പോത്തിന് 2 ദിവസമായിട്ട് ഇളക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്ഥിരം ചെയ്യുന്ന പോലെ മൃഗാശുപത്രി പോയി മരുന്ന് മേടിക്കാമെന്നും പറഞ്ഞ് വീടിനടുത്തുള്ള ഗവൺമെൻറ് മൃഗാശുപത്രി പോയി കാര്യം പറഞ്ഞു. ഇത് കണക്ക് ഇളമ്പോച്ച തിന്നതിനെ തുടർന്നാണ് ഇളക്കം എന്ന് പറഞ്ഞു. ഓക്കെ, അവരവിടെ നിന്ന് സ്ഥിരം തരുന്ന പോലെ മരുന്നൊക്കെ തന്നു. അങ്ങനെ മരുന്നും മേടിച്ചുകൊണ്ട് പോയി ഞാൻ വീട്ടിൽ വന്ന് അടുത്ത ദിവസം കൊടുക്കാനായിട്ട് എടുത്തപ്പോഴാണ് അത് 2025 ജനുവരിയിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ ഈ മരുന്ന് മേടിക്കുന്നത് 2025 മാർച്ച് 15-നുമാണ്. അങ്ങനെ അടുത്ത ദിവസം തന്നെ അവിടെ പോയി കാര്യം പറഞ്ഞു. അവർ ഒക്കെ മാറ്റി തന്നു. ഇത് കണക്ക് തെറ്റുപറ്റി അബദ്ധം പറ്റിയതാണ്. അവർ പകരം പൊടി തന്നു. അപ്പോൾ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് ആരെയും കരിവരുത്തേക്കാനോ അവരെ മോക്ഷം പറയാനൊന്നുമല്ല. അത് മനുഷ്യനാണ്, അബദ്ധം പറ്റും. പക്ഷേ നമ്മൾ എപ്പോഴും മനുഷ്യന് മരുന്ന് ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ മൃഗങ്ങൾക്ക് നമ്മൾ മരുന്ന് മേടിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ അല്ലയോ എന്ന് ശ്രദ്ധിക്കുക. അല്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിപ്പോയതിന് ശേഷം പിന്നെ നമ്മുടെ മൃഗത്തിന് എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇത് അറിയാത്ത ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എപ്പം നമ്മൾ നമ്മുടെ മൃഗത്തിന് മരുന്ന് മേടിച്ചാൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റും കൂടെ ശ്രദ്ധിക്കാൻ നോക്കുക.